നമസ്കാരം. ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇറാഖിൽ പുതിയ ക്രൈസ്തവ ദേവാലയം. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ക്രൈസ്തവർക്ക് നേരെ ക്രൂരമായ വേട്ടയാടൽ നടത്തുന്ന ഇറാഖിൽ പീഡിത ക്രൈസ്തവരുടെ സ്മരണയിൽ പുതിയ ദേവാലയം പണിയുന്നു. പീഡിത ക്രിസ്ത്യാനികളുടെ അമ്മയായ മറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന പുതിയ ദേവാലയം വടക്കൻ ഇറാഖിലെ ക്വാരഗോഷിൽ ഒക്ടോബറിലാണ് കൂദാശ ചെയ്യുക. അമേരിക്ക, ഇംഗ്ലണ്ട്, സ്വീഡൻ, കാസക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ പീഡിത ക്രൈസ്തവരെ അനുസ്മരിച്ച് പണിത ദേവാലയങ്ങളുടെ പട്ടികയിൽ ഇടം നേടാനിരിക്കുന്ന 7ാമത്തെ ദേവാലയമാണിത്. സിറിയൻ കത്തോലിക്ക ഡീക്കൻ ഇബ്രാഹിം യാൾഡോ നിർമ്മിച്ച മരിയൻ രൂപമാണ് ആരാധനാലയത്തിന്റെ കേന്ദ്രബിന്ദു. അറമായ ഭാഷയിൽ മറിയം പീഡിപ്പിക്കപ്പെട്ടവരുടെ അമ്മ എന്ന് ഈ രൂപത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആമസോൺ ഹിറ്റ് പരമ്പരയിൽ ദാവീദ് രാജാവിനെ അവതരിപ്പിച്ച നടൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ആമസോൺ പ്രൈം അടുത്തിടെ പുറത്തിറക്കിയ പുതിയ ഹിറ്റ് വീഡിയോ പരമ്പരയായ ഹൗസ് ഓഫ് ഡേവിഡിൽ ദാവീദ് രാജാവിനെ അവതരിപ്പിച്ച നടൻ മൈക്കിൾ ഇസ്കാർഡറാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത്. ഓഗസ്റ്റ് 21-ന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് താരം ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചത്. തനിക്ക് പണ്ടേ കത്തോലിക്കനാകാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും താരത്തിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. ദാവീദ് രാജാവിന്റെ കഥാപാത്രം ചലച്ചിത്രത്തിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ലായിരുന്നുവെന്നും 23-കാരനായ മൈക്കിൾ അഭിമുഖത്തിൽ പങ്കുവച്ചു. പ്രതികാരവും വിദ്വേഷവും ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ ലോകസമാധാനത്തിനായി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമുള്ള ദിനം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് എക്സിൽ പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റിലാണ് പാപ്പ ഇക്കാര്യം കുറിച്ചത്. വിഭജനത്തിന്റെയും പ്രതികാരത്തിന്റെയും യുക്തി നമുക്ക് ഉപേക്ഷിക്കാമെന്നും പൊതുനന്മയ്ക്കായി പ്രചോദിതമായ ഒരു സമാധാന ജീവിതം നിലനിർത്തണമെന്നും പാപ്പ പങ്കുവച്ചു. തന്റെ ആഹ്വാനത്തോട് ലോകമെമ്പാടുമുള്ള മെത്രാൻ സംഘങ്ങളും സഭാ സമൂഹങ്ങളും സഹകരിക്കുന്നുണ്ടെന്നും പാപ്പ അറിയിച്ചു. ഗാസ, ഉക്രൈൻ, സുഡാൻ എന്നിവിടങ്ങളിലെ തീവ്രമായ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതും എന്നാൽ എപ്പോൾ വേണമെങ്കിലും വീണ്ടും ആളിക്കത്താൻ സാധ്യതയുള്ളതുമായ യുദ്ധങ്ങൾ വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പാപ്പ പ്രാർത്ഥനാ ദിനം ആഹ്വാനം ചെയ്തത്. മതനിന്ദ നിയമങ്ങൾ തീവ്രമായിട്ടുള്ള ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് US കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ട് ചെയ്തു. മതനിന്ദ ആരോപണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ 100 കണക്കിന് ആളുകൾ ജയിലിലായിട്ടുണ്ട്. കുറ്റാരോപിതരായവർ ഹിന്ദുമതം, ക്രിസ്തുമതം തുടങ്ങിയ ന്യൂനപക്ഷ മതങ്ങളിൽ പെട്ടവരാണ്. ക്രിസ്ത്യൻ ഡെയിലി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ തടവുകാർ ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾ നേരിടുന്നുവെന്ന് പഠനങ്ങൾ പുറത്തുവിട്ടു. അതേസമയം ദൈവനിന്ദ നടത്തുന്നവർക്ക് 10 വർഷം മുതൽ വധശിക്ഷ വരെ തടവ് ശിക്ഷ നൽകണമെന്ന് രാജ്യത്തിന്റെ ശിക്ഷാ നിയമം നിർദ്ദേശിക്കുന്നു. എന്നാൽ മതനിന്ദയുമായി ബന്ധപ്പെട്ട പല കേസുകളും തെറ്റാണെന്ന് പഠനങ്ങൾ കണ്ടെത്തി. ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി ധനസമാഹരണം നടത്താൻ അമേരിക്കൻ മെത്രാൻ സമിതി. ഗാസയിലെ മാനുഷിക സഹായത്തിനായി പ്രത്യേക ധനസമാഹരണം നടത്താനാണ് രൂപതകളോട് അമേരിക്കൻ മെത്രാൻ സമിതി അറിയിച്ചിരിക്കുന്നത്. ഗാസയിൽ സന്നദ്ധ സേവ സഹായവുമായി പ്രവർത്തിക്കുന്ന കത്തോലിക്ക സംഘടനകൾക്ക് കൈമാറുന്നതിനായി സ്വമേധയാ പ്രത്യേക ഫണ്ട് ശേഖരണം നടത്തുന്നത് പരിഗണിക്കണമെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്രോഗ്ലിയോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാസയിലെ നിലവിലുള്ള പ്രതിസന്ധിയിൽ തനിക്ക് വലിയ ആശങ്കയുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് തന്റെ സഹമെത്രാന്മാർക്ക് എഴുതിയ കത്തിൽ കുറിച്ചു. ഇതോടുകൂടി ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.